ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം നൽകിയ പുനരന്വേഷണ ഹർജിയെ എതിർത്ത് PP ദിവ്യ പുനരന്വേഷണത്തിന് ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ലെന്ന് PP ദിവ്യ കോടതിയിൽ വാദിക്കുന്നു. കേസിൽ എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചതാണെന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുടുംബം ഹർജി നൽകിയത്. ഹർജി ഈ മാസം 23 വീണ്ടും പരിഗണിക്കും. സുനിൽ ഐസക് വിവരങ്ങളുമായി ചേരുന്നു. സുനിൽ, ദിവ്യയുടെ വാദം എന്താണ്? CBI അന്വേഷണം അടക്കമുള്ള ആവശ്യങ്ങൾ സുപ്രീം കോടതി പോലും തള്ളിയതിന് പിന്നാലെയാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ കുടുംബം കഴിഞ്ഞ ദിവസം കേസ് നിലവിൽ പരിഗണനയിലുള്ള കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഒരു ഹർജി സമർപ്പിച്ചത്. ഇക്കഴിഞ്ഞ 5-ാം തീയതിയായിരുന്നു ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചത്. അതിന് കാരണം എന്ന് വെച്ചാൽ അവിടെയാണ് കണ്ണൂരിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. അതേ കോടതിയിൽ തന്നെ തുടരന്വേഷണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുടുംബം അത്തരമൊരു ഹർജി സമർപ്പിക്കുകയായിരുന്നു. ആ ഹർജിയിൽ പോലീസിനോട് വിശദീകരണം തേടാൻ അല്ലെങ്കിൽ പോലീസിന്റെ നിലപാട് തേടി കോടതി ഒരു കത്തയച്ചിരുന്നു, റിപ്പോർട്ട് തേടിയിരുന്നു. അതിൽ ഇന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമുക്ക് പുറത്തു വന്നിട്ടില്ല. പക്ഷേ തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന തരത്തിലാണ് അത്തരത്തിലൊരു റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പക്ഷേ ഈ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ 13 ഇടങ്ങളിൽ വീഴ്ചയുണ്ടെന്നും 13 വീഴ്ചകളുണ്ടെന്നും അത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു തുടരന്വേഷണം എന്നൊരു ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും തുടരന്വേഷണം എന്ന ആവശ്യത്തെ ഇപ്പോൾ PP ദിവ്യ അതിശക്തമായി എതിർത്തിരിക്കുകയാണ്. പുനരന്വേഷണത്തിന് വേണ്ടി ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ലെന്നാണ് PP ദിവ്യയ്ക്ക് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരായ അവരുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് K വിശ്വം പറയുന്നത്. എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചതാണ്. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ആസൂത്രിതമായി മനഃപൂർവ്വം നൽകിയ ഒരു ഹർജിയാണ് ഇതെന്നാണ് ആ വിശ്വം പറയുന്നത്. ഹർജിയിലെ വാദങ്ങൾ നിലനിൽക്കില്ല. ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയ വാദങ്ങളാണ് വീണ്ടും കുടുംബം ഉയർത്തുന്നതെന്നും അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആവശ്യം ഏതെങ്കിലും ഘട്ടത്തിൽ അനുവദിച്ച് നൽകരുതെന്നും അതൊരു തെറ്റായ കീഴ്വഴക്കം നിയമവ്യവസ്ഥയിൽ ഉണ്ടാക്കുമെന്നും ദിവ്യയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. എന്തായാലും ഹർജി ഈ മാസം 23 വീണ്ടും പരിഗണിക്കുന്നുണ്ട്. 23 ഇരു വിഭാഗത്തിന്റെയും വിശദമായ വാദം കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക.